എന്താണ് കാണിച്ചത്? 500 വർഷം പഴക്കമുള്ള മുത്തച്ഛന്റെ ഉപ്പാകെ ഭരണി തല്ലിപ്പൊളിക്കോ? അയ്യോ, ഞാൻ വിചാരിച്ചു പുതിയ ഭരണിയാണെന്ന്. പുതിയതാണെങ്കിൽ താൻ തല്ലിപ്പൊളിക്കോ? തന്നെ ഞാൻ ഇന്ന് നശിപ്പിക്കാൻ. ഓ, ഈ തീറ്റ ഗുണ്ടിന് ഉറക്കമില്ലേ? അയാളും ഫ്ലവർ വേസ് ഇല്ലാത്ത ഭരണി. ഞങ്ങളുടെ മുത്തശ്ശൻ അമ്പഴങ്ങ ഉപ്പിലിടുന്ന 1000 കൊല്ലം പഴക്കമുള്ള ഭരണിയായിരുന്നു. ഞാൻ വിചാരിച്ച 500 കൊല്ലം പഴക്കമേ ഉള്ളത് ഈ ഭരണി. സേതുരാമ, നിനക്ക് ഞാൻ തരേണ്ടത് അവിടെ നിന്ന് കിട്ടണം. നീ ഇതുവഴിയല്ലേ പോയത്, ഇതുവഴി തന്നെ നിനക്ക് തിരിച്ചു വരണം. വരൂ, വാടാ. നിനക്ക് ചാക്കിൽ പോവാനടാ യോഗം. വരൂ. അവിടെ നിക്കണം മോനെ. ഞാൻ ഈ ചാക്കിട്ട് പിടുത്തം ഇന്നെന്തെങ്കിലും തുടങ്ങിയതല്ലടാ. അങ്ങനെയായാലും പറ്റും. കൊണ്ടുവാ. മാധവൻ ഒരു സാധനം കൊണ്ടുവരെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്നിരിക്കും. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. എടാ സേതുരാമൻ വക്കീലെ, നിന്റെ വക്കാലത്തൊക്കെ ഞങ്ങൾ പാള കീറുന്ന പോലെ കീറൂടാ. ഇവന്റെ എല്ലുപൊടി എങ്കിലും എനിക്ക് തരണം. ഭാരതപ്പുഴയിൽ ഒഴുക്കാനാ. ചാക്ക് മാറ്റേ, എന്നിട്ട് വിലങ്ങ് വെച്ച് അകത്ത് തള്ളു. ബാക്കി അവിടെ ചെന്നിട്ടാകാം. ഇവനെന്താ ഒളിച്ച് കളിക്കേ? അയ്യോ, ഈശ്വരൻ അങ്ങനെ ചാക്കിനകത്ത് വന്നു. എങ്ങനെ വന്നു? ഈശ്വരൻ ചാക്കി മാത്രമല്ല, ചുക്കിലും ചുണ്ണാമ്പിലും വരും. വിളിക്ക്. വലിയ ആങ്ങളെയും നടുവാങ്ങളെയും ചെറിയ ആങ്ങളെയും എല്ലാരും വിളിക്ക്. എന്റെ മുറിയിൽ കയറി. വെറുതെ കയറിയതല്ല. നീ മന്നാടിയാന്മാരുടെ പുന്നാരപ്പെങ്ങൾ ആർച്ച എന്നെ വിളിച്ചു കയറ്റി. അല്ലെന്ന് പറയാൻ നിന്റെ കയ്യിൽ തെളിവുകളുണ്ടോ? കാണാൻ കൊള്ളാവുന്ന ഒരു ആണിനെ കണ്ടപ്പോ പെണ്ണിന് ഇളകി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ആങ്ങള പട്ടാളത്തിന്. ആങ്ങളമാരറിയട്ടെ പെങ്ങളുടെ തനിനിറം. അപ്പൊ താൻ എന്നോട് കളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. കൊണ്ടുപോകാൻ വന്നവൻ കൊണ്ടേ പോകൂ. ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. ആണുങ്ങളെ അടിമുടി ഉറഞ്ഞു തുള്ളിപ്പിക്കുന്നത് നിനക്കൊരു രസമാണ് അല്ലേടി മന്നാടിപുരത്തെ യക്ഷി. നിന്നെ തളയ്ക്കാവുന്ന ഞാനൊന്ന് നോക്കട്ടെ. കഴിഞ്ഞു തന്റെ വാദം. ഇല്ലടി, തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സേതുരാമൻ സൂക്ഷിക്കണം. തുടക്കം പിഴയ്ക്കരുത്. ചെങ്കോട്ട് സേതു ജയിച്ചു എന്ന് അഹങ്കരിക്കണ്ട. ആളെ കൂട്ടി തന്നെ ഈ മുറിയിൽ നിന്ന് തല്ലി ഇറക്കാൻ ആർച്ചയ്ക്ക് കൈവിരലൊന്ന് ഞൊടിച്ചാ മതി. പിന്നെ എന്താ ഞൊടിക്കാത്തത്? ആ ശിക്ഷ പോരാ തനിക്ക്. ആർച്ചയുടെ മുറിയിൽ കയറിയവൻ അനുഭവിച്ചിട്ട് പോയാ മതി. അയ്യോ കുഞ്ഞെ, എന്താ ഇത്? അയ്യേ, ഞാൻ ഇത്രയും വിചാരിച്ചേ. ഒരു ദുർബല നിമിഷത്തിൽ എല്ലാം സംഭവിച്ചു പോയി. എന്റെ മാത്രം കുറ്റമല്ല. ഒരു പെണ്ണാണെന്ന് ആർച്ചയെ ഓർക്കേണ്ടതായിരുന്നു. പല നാൾ കഷ്ടവൻ ഒരു നാൾ പെടും. ഈ പരമന്റെ കയ്യിൽ പെടും. ശരിക്കും സോപ്പ് പറിക്കണ. ഇതീ കൂടുതൽ എന്ത് പറയാൻ? നമ്മുടെ ജീവിതം തന്നെ പറഞ്ഞില്ലേ. കാശ് വാങ്ങാൻ വക്കീലും തല്ലു വെള്ളം കൊടുത്തു. ഇങ്ങനെ കുളിച്ചും കുളിപ്പിച്ചും ഇരുന്നു നമ്മുടെ പോലീസ് സ്റ്റേഷൻ. ആ മന്നാടി അമർ കുളം കുത്തി അവിടെ കോലം നാട്ടി. ഒന്ന് തെളിയിച്ച് പറയണം. മന്നാടിയമ്മയുടെ അച്ഛൻ വാടകയ്ക്കെന്ന കെട്ടിടത്തിലല്ലേ നമ്മുടെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നത്? അതെ. വാടക കുടിശ്ശികയ്ക്ക് വേണ്ടി മന്നാടിയമാർ പോലീസ് സ്റ്റേഷൻ ജപ്തി ചെയ്തു. എല്ലാം ആ സേതു വക്കീലിന്റെ പണിയാ. എന്നെ പെരുവഴിയിൽ ഇറക്കിയതും പോരാഞ്ഞ് നമ്മുടെ പോലീസ് സ്റ്റേഷനും അവൻ പെരുവഴിയിലാക്കിയല്ലോ മാമാ. നടക്കണ സ്റ്റേഷനിലേക്ക്. കെട്ടി വലിച്ചുകൊണ്ട് പോടാ സ്റ്റേഷനും ലോക്കപ്പും ഒക്കെ. മന്നാടിയാരെ, താൻ കളിച്ച് കളിച്ച് അച്ഛന്റെ നെഞ്ചത്ത് ചവിട്ടുന്നോടാ. അതേടാ, അച്ഛന്റെ നെഞ്ചത്ത് തന്നെയാടാ ഞാൻ ചവിട്ടിയിരിക്കുന്നത്. എന്റെ അച്ഛൻ നരസിംഹ മന്നാടിയാരുടെ ഭൂമിയിലാ ഈ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നെന്ന് താൻ മറന്നുപോയോ? താൻ എന്റെ ആനയെ കസ്റ്റഡിയിലെടുത്തു അല്ലേ?
വാടക കുടിശ്ശിക്ക് തന്റെ സ്റ്റേഷൻ ഞാൻ ജപ്തി ചെയ്യാൻ പോവാ. പറഞ്ഞു കൊടുക്ക് വക്കീലേ. IPC. ഈശ്വരൻ വിയർക്കണ്ട. മിസ്റ്റർ ഇൻസ്പെക്ടർ, ഓർഡർ 38 റൂൾ 5 പ്രകാരം നിന്നെ ഞാൻ കോർട്ട് ഓർഡർ 9-2-11 വർഷം ഞാൻ തറവാട്ടിലേക്കും കോർട്ട് ലക്ഷ്യത്തിന്. നമ്മുടെ തറവാട്ടില്ല, ജയിലിൽ. നീയല്ല, സേതുരാമൻ BSc LLB, മന്നാടിപുരത്ത് മന്നാടിയാന്മാരുടെ കുടുംബ വക്കീൽ. ആമീൻ സർ. ജപ്തി. വരൂ. കോരിച്ചൊരിയുന്ന മഴ. മഴ പെയ്യട്ടടോ. കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ്. എന്നിട്ട് ഉദയനൻ വാതിൽ തള്ളി തുറന്നു. മുന്നോട്ട് വന്നു. ചിലങ്കയുടെ ശബ്ദം. നിർത്താൻ നിർത്താൻ നിർത്തി. അയ്യോ, കിഴി നിർത്താനല്ലോടോ പറഞ്ഞത്, പിടിച്ചു നിർത്താൻ. എരണം കെട്ട വക്കീല്. ഞാനോ? ഞാനല്ല, ആ സേതുരാമൻ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കണു. ആർച്ചയുടെ അനുവാദമില്ലാതെ ഒരു പെണ്ണി തിരുമുറ്റത്ത് കാലുകുത്താൻ പാടില്ല എന്നുള്ള നിയമം ആ കൊസ്രാക്കൊള്ളി കോന്തൻ സേതുരാമൻ വക്കീല് ലംഘിച്ചിരിക്കുന്നു. പോയി നോക്കിയാട്ടെ. അതുവരെ കിഴി എനിക്ക് പിടിച്ചാട്ടെ. ഇത് ഡോക്ടർ മഞ്ജു MBBS, മന്നാടിയാന്മാരുടെ കുടുംബ ഡോക്ടർ. എന്നു മുതൽ? ഇന്നു മുതൽ. അത് തീരുമാനിക്കാൻ. അതെ, പുറന്തോട്ടി വൈദ്യൻ ഇതിനകത്ത് ഇടപെടണ്ട. ഇതുവരെ ഉള്ളവർ മാത്രം സംസാരിക്കേണ്ട കാര്യമാണ്. വക്കീലെ, ഇവിടെ ഇപ്പൊ ആവശ്യത്തിന് എല്ലാരും ഉണ്ട്. ആവശ്യത്തിനല്ല, അനാവശ്യത്തിന് ഒരുപാട് പേരുണ്ട്. ആനക്കാരനും അരുവപ്പുകാരനും ഗുമസ്തനും വൈദ്യരും വക്കീലും എല്ലാവരും ഉണ്ട്. മന്നാടിയാന്മാരുടെ അന്തസ്സും ആരോഗ്യവുമാണ് എന്റെ ലക്ഷ്യം. അത് നിസ്സാരമാണെന്ന് ആരെങ്കിലും കരുതിയാൽ വെച്ചേക്കിലും ജനവരെ. ഇന്നലെ ഗജേന്ദ്ര മന്ന വന്ന പോലെ രക്കിട്ടം വീരേന്ദ്ര മന്നാടിയാർക്ക് വന്നാൽ വരില്ല. വരില്ല. വരും വരും വരും. വരില്ല വരില്ല വരില്ല. ഇതുപോലെ രക്കിട്ടം മർമാണിയുടെ കിഴി കൊണ്ട് തീർക്കാമെന്ന് കരുതുന്നുണ്ടോ? മന്നാടിയാന്മാരെ തീർക്കാമെന്ന് നീയും കരുതണ്ട. ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനമെന്നാണല്ലോ പഴഞ്ചൊല്ല്. അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ല. ഗജേന്ദ്ര മന്നാടി അകത്തുണ്ടോ? ഉണ്ട്. ഉണ്ടോ? എന്ത് പഴഞ്ചൊല്ല്? വാണോ? ഹലോ, എന്റെ ഈ പാര തടയാൻ തന്റെ കട്ടപ്പാരയ്ക്ക് പറ്റൂല ഈശ്വര. നമുക്ക് നോക്കാം ഈശ്വര. ഡോക്ടർ വന്നട്ടെ വന്നട്ടെ. ഇൻഫീരിയർ കോംപ്ലക്സ് കം പാരാലിസിസ്. എന്റെ അമ്മേ. എന്താ വക്കീലെ? പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞതിന്റെ അർത്ഥം ഹൗസിംഗ് കോംപ്ലക്സ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നാണോ? അതെ. മൈ ഗോഡ്, എങ്കിൽ ഇനി എനിക്കൊന്നും കേൾക്കണ്ട. എന്താ വക്കീലെ പറ. ഓ, എനിക്കതിന് ശക്തിയില്ല, ഞാൻ പറയില്ല. എനിക്ക് കേൾക്കാൻ ശക്തിയുണ്ട്, വക്കീല് പറ. ഞാൻ പറയാൻ പോവാണ്. അവസാനം ഞാൻ പറഞ്ഞെന്ന് പറയരുത്. അയ്യോ, ഞാൻ പറയില്ല പറയില്ല, വക്കീല് പറ. ഞാൻ എങ്ങനെ പറയും, പറയാതിരിക്കും. അങ്ങയുടെ രക്തം ദിനം പ്രതി ആവിയായിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങനൊരു രോഗം ഈ ലോകത്തില്ല. എന്നാര് പറഞ്ഞു? ഇത് ഈ വർഷം റിലീസായ രോഗമാണ്. തന്നെ ലോ കോളേജിൽ മെഡിസിൻ ആണോ പഠിപ്പിച്ചേ? ഇതറിയാൻ മെഡിസിൻ ഒന്നും പഠിക്കണമെന്നില്ല. കോമൺ സെൻസ്. ലോയും മെഡിസിനും തമ്മിൽ കൂട്ടിക്കൊടുത്താലുള്ള ശിക്ഷ എന്താണെന്നറിയോ? അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറാരോഗിയാണ് മന്നാടിയാർ. അങ്ങനെയുള്ള ഒരാളുടെ മുമ്പിൽ വെച്ചാണോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? ഹ്യൂമാനിറ്ററി കൺസിഡറേഷൻ വേണം. അവിടെ ഇരുന്നാട്ടെ. ഡോക്ടർ, ഒരു നിമിഷം. ഇനി എന്ത് ചെയ്യും? ചികിത്സയുണ്ട്, പക്ഷെ കാലതാമസം വരും. കാലൻ വരുമെന്നോ? കാലം വരുമെന്നല്ല, കാലതാമസം. അയ്യോ അയ്യോ, പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ കൂടെ താമസിക്കും. എന്റെ കൂടെയാ? അല്ല. പിന്നെ എന്റെ കൂടെയോ? അല്ല, പിന്നെ ഇവിടെ ഔട്ട് ഹൗസിൽ താമസിക്കും. ഈശ്വരാ, എടോ വിളിച്ചത് കേട്ടില്ലേ? ഓ, എന്നെയാണോ? ഞാൻ വിചാരിച്ചു ഒറിജിനൽ ഈശ്വരനെയാണെന്ന്. എടോ, മുറി കാണിച്ചു കൊടുക്കണോ? കയ്യിലെ മുറിവാണോ കാലിലെ മുറിവാണോ? തന്റെ മുറിവല്ല, ഡോക്ടർക്ക് മുറി കാണിച്ചു കൊടുക്കാൻ. ഓ, റൂമാ, വരൂ. ഞാനിനി എന്താ ചെയ്യാ വക്കീലേ? എനിക്കൊരു സംശയമുണ്ട്. എന്താ സംശയം? സംശയമുണ്ട്, ഇങ്ങോട്ട് നോക്ക്. എന്താ എന്താ? ബന്ധുക്കളൊക്കെ അറിയിക്കാറായോ? അതൊന്നും ഇപ്പൊ വേണ്ട, പറയാം. അണ്ണാ, ഞങ്ങളെ വിട്ടു. ആർച്ചക്കുഞ്ഞേ, അവള് ലേഡിയുമല്ല ഡോക്ടറുമല്ല, അവന്റെ ഭാര്യയാണ്. കൂട്ടുകാരിയെ കൂടെ പാർപ്പിക്കാൻ വേണ്ടി നുണ പറഞ്ഞു കയറ്റിയതാ. എന്റെ ഭഗവതി, നീ ഇതൊന്നും കാണുന്നില്ലേ? ചെങ്കോട്ട വീട്ടിൽ സേതുരാമൻ നിന്നെ പാഠം പഠിപ്പിക്കാൻ പോകുന്ന ഏത് വിധത്തിലാണെന്ന് കണ്ടോ? അമ്മേ പതിനാളി. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അല്ലടാ. കൊമ്പനാനെ ഉള്ളിടത്ത് കുഴിയാനെ മതിക്കണ്ട. നോക്കിയും കണ്ട് നിന്നില്ലെങ്കിലേ ഈ സേതുവിനൊരു ഒറ്റ പാര മതി നിന്നെ പുറത്താക്കാൻ. മനസ്സിലാക്കിക്കോ. ഈശ്വരനെ പാര വെച്ചാലുണ്ടല്ലോടാ, നിന്നെ ഞാൻ വെടിവെക്കൂടാ. ഒറ്റ വെടിയല്ല, ഡബിൾ വെടി. നീ സൂക്ഷിച്ചോ. അയ്യോ, കരിക്കും.